നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. തുടക്കം തന്നെ കിടിലൻ പോരാട്ടമാണ്. യെസ്, ഡബിൾ ഹെഡറാണ് ഇന്ന്. രണ്ടാമത്തെ മത്സരം രാത്രി 7:30 ചെന്നൈയിൽ നടക്കുന്ന മത്സരം CSK വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. തല വേഴ്സസ് ഹിറ്റ്മാൻ. രണ്ട് വമ്പൻ ടീമുകൾ തമ്മിൽ പോരടിക്കുമ്പോൾ ആരാധകർ ആവേശത്തിലാണ്. പക്ഷേ എന്തൊക്കെയാണ് അവിടുത്തെ കണ്ടീഷൻസ്, ആരൊക്കെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അവിടെ ഒരു സ്ലോ ട്രാക്കാണ് പ്രതീക്ഷിക്കുന്നത്. സ്പിന്നേഴ്സിനെ എയ്ഡ് ചെയ്യുന്ന തരത്തിലൊരു സ്ലോ ട്രാക്ക് വരുമ്പോൾ രണ്ട് ടീമും 3 സ്പിന്നേഴ്സിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ സാധിക്കും എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും CSK സംബന്ധിച്ചിടത്തോളം താരങ്ങൾക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം മറുഭാഗത്ത് ജസ്പ്രീത് ബുംറ ഇല്ല, നമുക്കറിയാമത്. മാത്രമല്ല ഹാർദിക് പാണ്ഡ്യയ്ക്ക് സസ്പെൻഷൻ, അദ്ദേഹമില്ല. സൂര്യകുമാർ യാദവ് ആയിരിക്കും MIയെ നയിക്കുന്നത്. അപ്പോൾ ചില പ്രശ്നങ്ങൾ മുംബൈ ക്യാമ്പിലുണ്ട്, ഈ പരിക്കും സസ്പെൻഷനും ഒക്കെ ആയിട്ട്. അതേസമയം CSKയുടെ ക്യാമ്പിൽ നേരെ തിരിച്ചാണ്. ആവശ്യത്തിലധികം ആളുകൾ അവൈലബിൾ ആണ്. അതിൽ ആരെ കളിപ്പിക്കും എന്നുള്ളതാണ് ചോദ്യം. പ്രോബ്ലം ഓഫ് പ്ലെൻറ്റി, അതാണ് അവരുടെ പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഡെവൻ കോൺവോയ്, ഒരു രജിൻ രവീന്ദ്ര, ആരെ കളിപ്പിക്കും? ഒരാളെ കളിപ്പിക്കാൻ പറ്റുകയുള്ളൂ. കാരണം 4 ഓവർസീസ് പ്ലേയേഴ്സിനല്ലേ കളിപ്പിക്കാൻ പറ്റുക. അപ്പം ഒരു വിദേശ ബാറ്റർ വെച്ച് അവർ ഇറങ്ങാനാണ് സാധ്യത. പിന്നെ ബൗളിങ്ങിൽ വിദേശ താരങ്ങളുണ്ടാവും. പതിരാൻ എന്തായാലും ഉണ്ടാവും, നൂർ അഹമ്മദും ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഓൾറൗണ്ടറായിട്ട് ഒരാളെന്തായാലും കളിപ്പിക്കണം. അത് സാം കറനോ ജെയ്മി ഓവേർട്ടനോ. അപ്പോൾ ഒരു വിദേശ ബാറ്ററാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. ഡെവൻ കോൺവോയ്, ഒരു രജിൻ രവീന്ദ്ര. കോൺവോയ് കളിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുപോലെ തന്നെ മധുരയിലേക്ക് വരുമ്പോൾ വിജയ് ശങ്കറിനെയോ ദീപക് ഹൂഡയോ ആരോ ഉൾപ്പെടുത്തും. ഓൾറൗണ്ടേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സാം കറൻ ഓർ ജെയ്മി ഓവേർട്ടൻ. അതുപോലെ തന്നെ പേസ് ബോളിങ്ങിൻ്റെ കാര്യത്തിൽ ഖലീൽ അഹമ്മദിനെ കളിപ്പിക്കണോ, അൻഷുൽ കമ്പോജിനെ കളിപ്പിക്കണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതായത് പ്രോബ്ലം ഓഫ് പ്ലെൻറ്റിയാണ്. ആരെ കളിപ്പിക്കും എന്ന കാര്യത്തിലാണ് അവർ ചിന്തിക്കേണ്ടത്. അത്രയധികം അവൈലബിൾ ആണ്. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു പ്രോബിൾ 12ലേക്ക് പോയാൽ ഡെവൻ കോൺവോയ് ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം രുദ്രാജ് ഗെയ്ക്വാദ്. നമ്പർ 3 രാഹുൽ ത്രിപാഠി. നമ്പർ 4 ദീപക് ഹൂഡ ഓർ വിജയ് ശങ്കർ. ഒരാളെ കളിപ്പിക്കാനാണ് സാധ്യത. നമ്പർ 5 ശിവൻ ദ്യൂബെ. നമ്പർ 6 സാം കറൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. നമ്പർ 7 രവീന്ദ്ര ജഡേജ. ദെൻ MSD അറ്റ് നമ്പർ 8. അപ്പം ഒരു ലോങ് ബാറ്റിംഗ് ലൈനപ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരാനുള്ളത് ആരാ? റഷീദാണ്. അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ പറ്റും. സോ സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പാണ്. നമ്പർ 10 നൂർ അഹമ്മദിനെയും നമ്പർ 11 മദീഷ പതിരാനെയും പ്രതീക്ഷിക്കുന്നു. ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഖലീൽ അഹമ്മദോ അല്ലെങ്കിൽ അൻഷുൽ കമ്പോജോ വരാനുള്ള സാധ്യതയുണ്ട്. മറുഭാഗം നമ്മൾ പറഞ്ഞല്ലോ, ഹാർദിക് ഇല്ല. സൂര്യകുമാർ യാദവ് ആയിരിക്കും അവരെ നയിക്കുക. അതോടൊപ്പം തന്നെ ഹാർദിക് ഇല്ലാത്തത് കൊണ്ട് ഒരു ഓൾറൗണ്ടർ അവിടെ കുറവുണ്ട്. ആ ഒരു ഇംബാലൻസ് ഒഴിവാക്കാൻ വേണ്ടി കോർബിൻ ബോഷിനെ, സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ, ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. SA20 MI ക്യാപ്റ്റൗണിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ആളാണ്. സോ അദ്ദേഹത്തെ അവിടെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നെയുള്ളൊരു ചോദ്യം മുജീബുർ റഹ്മാനെ കളിപ്പിക്കുമോ എന്നുള്ളതാണ്. സോ മുജീബുർ റഹ്മാൻ ഒരു എക്സ്ട്രാ സ്പിന്നർ വേണം എന്ന തീരുമാനത്തിൽ മുജീബുർ റഹ്മാനെ കളിപ്പിക്കുകയാണെങ്കിൽ പിന്നെ കോർബിൻ ബോഷ് പുറത്തിരിക്കേണ്ടി വരും. ചെന്നൈ പിച്ചിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് മുജീബുർ റഹ്മാൻ വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ സത്യനാരായണ രാജു, അദ്ദേഹം ആന്ധ്ര പ്രീമിയർ ലീഗിൽ മികച്ച ബൗളിംഗ് പ്രകടനം ഡെത്ത് ഓവറുകളിൽ നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇമ്പാക്റ്റ് സബ്ബായിട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു പ്രോബിൾ 12ലേക്ക് പോവുകയാണെങ്കിൽ രോഹിത് ശർമ്മയും റിയാൻ റിക്കിൾട്ടനും ചേർന്ന് ഓപ്പൺ ചെയ്യും. ദെൻ നമ്പർ 3 തിലക് വർമ്മ. നമ്പർ 4 സൂര്യകുമാർ യാദവ്. നമ്പർ 5 നമാൻ ദിർ. നമ്പർ 6 റോബിൻ മിൻസ് വരാനുള്ള സാധ്യത. മിച്ചൽ സാൻഡർ എന്തായാലും ഉണ്ടാവും. അവിടെ സ്പിന്നിൻ്റെ പൂരമല്ലേ. സോ അവിടെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് സാൻഡർ. അപ്പം നമ്പർ 7 മിച്ചൽ സാൻഡർ. നമ്പർ 8 കോർബിൻ ബോഷോ അല്ലെങ്കിൽ മുജീബുർ റഹ്മാനോ. അതിൻ്റെ സാഹചര്യം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. നമ്പർ 9 ദീപക് ചാഹർ ഉണ്ടാവും. നമ്പർ 10 കരൺ ശർമ്മ. നമ്പർ 11 ട്രെന്റ് ബോൾട്ട്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ നമ്പർ 12 ഇമ്പാക്റ്റ് സബ്ബായിട്ട് സത്യനാരായണ രാജു അല്ലെങ്കിൽ അശ്വിനി കുമാർ വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ബിഗ് ക്വസ്റ്റ്യൻ, ഈ സ്പിൻ ട്രാക്കിനോട് ഏത് ടീമായിരിക്കും കൂടുതൽ അഡാപ്റ്റഡ് ആയിക്കൊണ്ട് കളിക്കുക? ഇപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ, CSK എപ്പോഴും അവിടുത്തെ ആ ഒരു ആനുകൂല്യം മുതലെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ടീമിനെ അസംബിൾ ചെയ്യാറുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ CSKക്ക് തന്നെയാണ് അവിടെ ആധിപത്യം എന്ന് പറയേണ്ടി വരും. പിന്നെ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ട പോലെ ഡ്യൂ നന്നായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിപ്പോൾ ഇത്തവണ 10 ഓവറിന് ശേഷം 11ാമത്തെ ഓവർ മുതൽ എപ്പോൾ വേണമെങ്കിലും ആവശ്യമെങ്കിൽ ബോൾ മാറ്റാമെന്നുള്ളത് കൊണ്ട് ഡ്യൂ ഫാക്ടർ നള്ളിഫൈ ചെയ്ത് പോകാനും സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ ഒരു സൂപ്പർ പോരാട്ടത്തിന്. ഈ വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.